തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അത് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. എന്നാൽ ഈ പോരാട്ടത്തിനപ്പുറം ഹൃദയബന്ധങ്ങൾ കൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് രണ്ട് സഹോദരിമാർ. രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുപോരാത്ത പോരാട്ടം നടത്തുമ്പോഴും കുടുംബ ബന്ധങ്ങൾക്ക് മുന്നിൽ കക്ഷി രാഷ്ട്രീയം വഴിമാറുന്ന മനോഹരമായ കാഴ്ച. ഒരേ കുടുംബത്തിലെ രണ്ട് സഹോദരിമാർ രണ്ട് വ്യത്യസ്ത പഞ്ചായത്തുകളിൽ നിന്നായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച പ്രഭിത ബാലകൃഷ്ണനും മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിലെ 9-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച പ്രജിത രമേഷുമാണ് ആ സഹോദരിമാർ. രാഷ്ട്രീയത്തിൽ ഇവർ എതിർപക്ഷത്താണെങ്കിലും കുടുംബത്തിൽ ഇവർ ഇന്നും ഒന്നാണ്. മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രഭിത ബാലകൃഷ്ണൻ എന്ന ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മുളങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രജിത രമേഷ് എന്ന ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ നാട്ടുകാർക്കിടയിൽ ചർച്ചയാകുന്നത് രണ്ട് സഹോദരിമാരുടെ വിജയമാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വിജയിച്ച പ്രഭിത ബാലകൃഷ്ണനും മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിലെ 9-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച പ്രജിത രമേശുമാണ് ആ പുതിയ ജനപ്രതിനിധികൾ. രസകരമായ കാര്യം, ഇരുവരും മത്സരിച്ചത് വ്യത്യസ്ത പഞ്ചായത്തുകളിലാണെങ്കിലും ഒരേ വാർഡ് നമ്പറിലായിരുന്നു എന്നതാണ്. രാഷ്ട്രീയമായി ചേരിതിരിഞ്ഞ് മത്സരിക്കുമ്പോഴും ഇവർക്കിടയിലെ കുടുംബ ബന്ധത്തിന് ഒട്ടും കുറവില്ല. നമ്മോടൊപ്പം ഉള്ളത് രണ്ട് ജനപ്രതിനിധികളാണ്. LDFിലും UDFിലും മത്സരിച്ച സഹോദരിമാരായ രണ്ട് പേർ, പ്രഭിത ബാലകൃഷ്ണനും പ്രജിത രമേഷുമാണുള്ളത്. പ്രഭിത ബാലകൃഷ്ണൻ BCയുടെ ഒരു കുടുംബമാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് പ്രഭിതേച്ചി, കാര്യങ്ങളൊക്കെ നടക്കുന്നു? ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു കടന്നുവരവുണ്ടായത്? രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരവ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ വന്നത്. കുടുംബശ്രീയിലെ ഒരു CDS മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആളുകളോടുള്ള ഒരു അടുപ്പം, പിന്നെ കാര്യങ്ങൾ പഞ്ചായത്തൊക്കെ ആയിട്ടൊരു അടുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ സഹോദരി UDF ആയിരുന്നു, എങ്ങനെ LDFിലേക്ക് മാറിയത്? LDFിലേക്ക് മാറിയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ മൊത്തം കോൺഗ്രസ് കുടുംബമാണ്. അച്ഛനും അമ്മയും പിന്നെ ആങ്ങളെയൊക്കെ കോൺഗ്രസിൻ്റെ അനുഭാവികളാണ്. പക്ഷേ ഞാൻ എൻ്റെ കല്യാണത്തിന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വോട്ടിങ് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബാലേട്ടൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ഇത്തിരി പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അനിയനും എല്ലാവരും നല്ല പാർട്ടി പ്രവർത്തനമായിരുന്നു, അമ്മായിയൊക്കെ. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ വന്നപ്പോൾ അവരുടെ ആശയങ്ങൾ നല്ലതാണെന്ന് എനിക്ക് തോന്നി. കൂടാതെ ഇതേപോലെ കല്യാണം കഴിയണ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആളുടെ കുടുംബം കമ്മ്യൂണിസ്റ്റാണെന്നൊക്കെ ഒരു വർത്താനം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അച്ഛൻ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, നമ്മുടെ നിലനിൽപ്പിന് ഏത് പാർട്ടിയാണോ നമുക്ക് സഹായിക്കാൻ ഉണ്ടാവുക, അപ്പോൾ ആ ഒരു നിലയിൽ പോയാൽ മതി എന്നൊക്കെയുള്ളൊരു അച്ചാച്ച അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വാക്കുകൾ പിന്നെ എനിക്ക് ശരിയാണെന്ന് തോന്നി. ഇവിടെ വന്നപ്പോൾ ബാലേട്ടനായിട്ടുള്ള ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, സഹായിക്കുക. കർഷക കുടുംബമായിരുന്നു, അമ്മയൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരായിരുന്നു. ആ ഒരു രീതിയിൽ ഈ ഒരു നിലപാടാണ് ശരിയെന്ന് തോന്നി. അങ്ങനെ ആളുടെ കൂടെ അങ്ങനെ കൂടി. അപ്പോൾ UDFിലുള്ള സ്ഥാനാർത്ഥിത്വം എങ്ങനെയായിരുന്നു? UDF വീട്ടിൽ നിന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ UDF കുടുംബമാണ്. പക്ഷേ ഞാൻ വന്ന് കയറിയതും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലേക്കാണ്. രമേശേട്ടനും അച്ഛനും എല്ലാം നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക, വീട് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങേണ്ട ഒരു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഒരു UDF പ്രതിനിധിയായിരുന്നു, മെമ്പറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആള് ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഓടി വരികയും
എല്ലാത്തിനും ഒപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ അപ്പോൾ രമേശ് ചേട്ടനും തോന്നി കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആൾ എന്തെങ്കിലും മീറ്റിംഗ് എന്തെങ്കിലും വിളിക്കുമ്പോൾ പറയും പൊക്കോളോ, നമുക്ക് സഹായം ചെയ്ത ആളല്ലേ, അപ്പോൾ പോവാതിരിക്കേണ്ട എന്ന് രമേശ് ചേട്ടൻ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞാനും ഈ എൻ്റെ UDF ആ ഒരു പാത അതുപോലെ തന്നെ ഇങ്ങോട്ട് പിന്തുടർന്നു. പിന്നെ അവിടെ ഇതുപോലെ CDS ആയിരുന്നു, പിന്നെ തൊഴിലുറപ്പിൻ്റെ മാറ്റായിട്ട് നടന്നു. അങ്ങനെയൊക്കെ വന്ന് അപ്പോൾ ആ ഒരു ആൾക്കാരോടുള്ള പരിചയവും കാര്യങ്ങളും കണ്ടിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അവണൂർ പഞ്ചായത്തിലായിരുന്നു. അത് കഴിഞ്ഞ് മുളന്താവ് പഞ്ചായത്തിലാണ് ഞങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് മാറിയപ്പോൾ പിന്നെ ഇപ്പോൾ ഹരിതകർമ്മസേന വന്നുല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് കയറി ഹരിതകർമ്മസേനയുടെ പ്രസിഡൻ്റായിട്ട് നിന്നു. അപ്പോൾ എല്ലാ വാർഡുകളിലും ചെല്ലണം, എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും ചെല്ലണം. അങ്ങനെയൊക്കെ ആയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് കുറേ കൂടി പരിചയത്തിൽ വന്നു. അപ്പോൾ പിന്നെ പാർട്ടി ഒരു സീറ്റ് തന്നു നിൽക്കാൻ പറഞ്ഞപ്പോൾ രമേശ് ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ചെയ്തോളോ നിന്നോളോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ ആയി, അത്രയേ ഉള്ളൂ. കുടുംബത്തിൽ രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ നിങ്ങൾ തമ്മിൽ? കുടുംബത്തിൽ അങ്ങനെ രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല. വാർത്തകളൊക്കെ വരുമ്പോൾ അതെങ്ങനെയെന്ന് ഇങ്ങനെ ചോദ്യം വരും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതങ്ങനെ ഇതെങ്ങനെയെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അപ്പോൾ അമ്മ അത് വേഗം നടുവിൽ വന്ന് നിൽക്കും. ഇവിടെ രാഷ്ട്രീയം വേണ്ട, ഇവിടെ നമുക്ക് സാധാ ഉള്ള വർത്താനം മതി എന്ന് പറഞ്ഞിട്ട്. ഇല്ലില്ല, രാഷ്ട്രീയം പറഞ്ഞാൽ ചിലപ്പോൾ അത് വഴക്കിലെത്തും. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് വേണ്ട, മതി, നിർത്താമോ അങ്ങനെ. പിന്നെ ചേട്ടൻ എന്ന് പറയുമ്പോൾ ആങ്ങള അത്ര സൈലൻ്റ്, അങ്ങനെ വലിയ പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുന്നില്ല. എന്നാൽ ഞാൻ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ചേട്ടന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരും അപ്പോൾ തല്ലൂട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കുണ്ടന്നൂർ കല്ലിങ്ങപ്പറമ്പിൽ KM ബാലകൃഷ്ണന്റെ ഭാര്യയാണ് പ്രഭിത. മക്കൾ അനാമികയും അഭിനവും. വളപ്പായ പാങ്ങാട് വീട്ടിൽ രമേശിന്റെ ഭാര്യയാണ് പ്രജിത. അദ്വൈതും അദ്യുവിനുമാണ് മക്കൾ. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ പരസ്പരം വിജയാശംസകൾ നേർന്ന മാതൃകയായ സഹോദരിമാർ ഇന്ന് പുതിയ ഭരണസമിതിയുടെ ഭാഗമായി സത്യവാചകം ചൊല്ലി. അവരവരുടെ നിലപാടുകളുമായി ഈ സഹോദരിമാർ ഇനി സജീവമാകും. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സഹോദരിമാരുടെ വിജയത്തെ സന്തോഷത്തോടെയാണ് നാട്ടുകാരും ബന്ധുക്കളും സ്വീകരിക്കുന്നത്. കൂടുതൽ വികസന കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇതെങ്ങനെ ചെയ്യണം, ഞങ്ങൾ LDF വന്നു, ഞാനിങ്ങനെ മത്സരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഇത് അവിചാരിതമായിട്ടാണല്ലോ വരണത്. ഇനി നമുക്കത് പറയലും ചെയ്യലൊക്കെ പിന്നെ അങ്ങനെയുള്ളൊരു സംസാരം ഉണ്ടായിട്ടില്ല. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും ഇനി വാർഡുകളിലേക്ക്? വാർഡുകളിൽ ആവശ്യം റോഡുകളുടെ ആവശ്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുളം നവീകരണമൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു കളിസ്ഥലം, ഒരു ബഡ്സ് സ്കൂള്, അതൊക്കെ ആലോചനയിലുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ മെമ്പർ ഉണ്ടായിരുന്ന ആൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പൂർത്തീകരിക്കണം. പിന്നെ എന്തൊക്കെ ആവശ്യങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാണ്? അവിടെ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ വഴി, വെള്ളം, വെളിച്ചം, അതാണ് മെയിനായിട്ട് എല്ലാവരും പറയണത്. അതിലിപ്പോൾ ഒരുവിധം വഴികളും വെളിച്ചങ്ങളും എത്തിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യമാണ് 2-3 വീട്ടുകാരിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട്. പൈപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കണക്ഷൻ കൊടുക്കുക, ആ ഒരു ഇത് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ വഴിക്കുള്ളത് പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ കാരണമാണ് അത് മുഴുവനാക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് കൊടുക്കണം. അവർ തുടങ്ങി വെച്ചത് അത് ഒന്ന് നമ്മൾ ചെന്ന് നിൽക്കാൻ മാത്രമേ വേണ്ടി വരുള്ളൂ. ബാക്കിയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ കണക്ഷൻ കൊടുക്കാനുള്ളത്, സ്വിച്ച് ഓൺ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇനി ഇപ്പോൾ അവിടെ മെയിനായിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വീട്, പെൻഷൻ, അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞതിന് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി ഒന്നും കൂടി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ഇനിയിപ്പോൾ എന്താ നമ്മൾ അവർക്കായിട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് അത് ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ. LDF സ്ഥാനാർത്ഥിയായിട്ട് ആ വാർഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അനിയത്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നോ?
എനിക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചീനെ ജയിപ്പിക്കൂ എന്ന് മാത്രമേ ഇനി എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ എവിടെ ഏത് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും ആൾക്കാർക്ക് പാർട്ടി നോക്കാതെ ആർക്കാണോ ബുദ്ധിമുട്ട് തോന്നണത് അവരെ സഹായിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. അതിപ്പോൾ ഏത് പാർട്ടി ആയാലും കുഴപ്പമില്ല. പ്രചരണം അങ്ങനെ പറയാനൊന്നുമില്ല, എന്നാലും എല്ലാവിധ സപ്പോർട്ടും അത്ര തന്നെയുള്ളൂ. ഇപ്പോൾ LDF UDF ജനപ്രതിനിധികളാണ്. ഇനി വരും ദിവസങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ സൗഹാർദ്ദപരമായിട്ടാണ് മുന്നോട്ട് പോകുക, അതോ രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും? അതൊരിക്കലും ഇല്ല, രാഷ്ട്രീയം ഉണ്ടാവില്ല. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വീട്ടിൽ സമാധാനം വേണം. രാഷ്ട്രീയം എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ അത്ര വഴക്കൊന്നുമില്ല, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു മാത്രം, അല്ലാതെ കുഴപ്പമില്ല. രാഷ്ട്രീയമായിട്ടും പറയും, ചിലപ്പോൾ അത് സൗഹൃദമായിട്ടും പറയും. എനിക്കങ്ങനെ ചെയ്യാം. അല്ല ഇനിയുള്ളത് കാര്യങ്ങൾ ഇത്ര നാളെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പ്രവർത്തന പരിചയം കുറവായിരുന്നല്ലോ. ഇനി നമ്മളൊരു മെമ്പർ സ്ഥാനം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തം ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയാം, അവൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരും. അങ്ങനെയുള്ളൊരു ഇപ്പോൾ LDF ആണോ നല്ലത് UDF ആണോ നല്ലത്? അങ്ങനെ ചോദിച്ചാൽ ഏത് ആളാണോ നല്ല പ്രവൃത്തി ചെയ്യണത് അവർ എപ്പോഴും നന്നായിരിക്കും, അത്രയേ ഉള്ളൂ. UDF നിന്നിട്ട് തന്നെയാണ് പറയണത്. UDF നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ല ആൾക്കാർ തന്നെയാണ്. LDF നല്ലത് ചെയ്യണത് അവർ നല്ല ആൾക്കാരാണ്. അല്ലാതെ ഏതൊരു ഭാഗം എടുത്തു നോക്കിയാലും അതിന് രണ്ട് പുറമുണ്ടായിരിക്കും. കുറച്ച് പേര് നല്ലതായിട്ടും കുറച്ച് പേര് ചീത്തയായിട്ടും. അത് ഏത് കാര്യം എടുത്തു നോക്കിയാലും ഏത് ആൾക്കാരെ എടുത്തു നോക്കിയാലും അറിയാം. ഇപ്പോൾ LDF കുറേ പേര് നല്ലതുണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു ഇപ്പോൾ ഒരു അഭിപ്രായം തന്നെ രണ്ട് തരത്തിൽ വരാം. അപ്പോൾ ചിലവർക്ക് ആ അഭിപ്രായം പൊട്ടയായിട്ട് തോന്നും, ചിലവർക്ക് ആ അഭിപ്രായം നല്ലതായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരുടെയും നല്ല അഭിപ്രായം നമുക്ക് നോക്കാൻ പറ്റില്ല. എല്ലാവരുടെയും പൊട്ട നോക്കിയിട്ട് നമ്മളതിനെ അവരെ നമുക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ രണ്ട് പേരേനെയും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലത് ഏതാണ് തോന്നുമ്പോൾ മറ്റുള്ളവർക്കൊരു അവരുടെ മനസ്സിലൊരു സങ്കടം തോന്നിക്കാത്ത രീതിയിൽ നമ്മുടെ നല്ലത് നമ്മൾ പ്രവർത്തിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. LDF ആണോ നല്ലത് അതോ UDF ആണോ? ഇപ്പോൾ ചേച്ചിയുടെ നിലപാടെന്താ, രാഷ്ട്രീയ നിലപാടെന്താ? രാഷ്ട്രീയ നിലപാടെന്ന് പറയുമ്പോൾ ഇപ്പോൾ അനിയത്തി പറഞ്ഞ ആ ഒരു ഇതന്നെയാണ്, ആശയം തന്നെയാണ് എൻ്റെ മനസ്സിലും. പാർട്ടി നോക്കാതെ പ്രവർത്തിക്കുക, അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനായിട്ട് പ്രയത്നിക്കുക. പിന്നെ പ്രാഥമിക ആവശ്യങ്ങളായ കുടിവെള്ളം, വെളിച്ചം, ഈ പറഞ്ഞ പോലെ വഴി, അതൊക്കെ നിർത്തിച്ചു കൊടുക്കുക.